വ്യാപാരിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പണം കവർന്നു. കുറ്റിച്ചൽ സ്വദേശി വിശ്വംഭരനെയാണ് ആക്രമിച്ചത്. കൈയിലും നെഞ്ചിലും ഗുരുതരമായി പരിക്കേറ്റ വിശ്വംഭരനെ ആര്യനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന വിശ്വംഭരൻ എതിരെ ബൈക്കിൽ വരികയായിരുന്ന യുവാക്കൾക്ക് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് അക്രമത്തിന് കാരണം. വിശ്വംഭരനെ മർദ്ദിച്ച ശേഷം വിവസ്ത്രനാക്കുകയും കയ്യിലുണ്ടായിരുന്ന പണം അപഹരിക്കുകയുമായിരുന്നു. നെയ്യാർ പോലീസ് ഉച്ചയോടെ മൊഴി രേഖപ്പെടുത്തി കേസിൽ ഉൾപ്പെട്ട 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എനിക്ക് കുറ്റിച്ചിലെ ഒരു അഖില ട്രേഡേഴ്സ് എന്നുള്ള 2 സ്ഥാപനമുണ്ട്. 30 വർഷമാണ് നടത്തുന്നത്. ഞാൻ എല്ലാ ദിവസവും 8, 10 ആകുമ്പോൾ അടച്ചിട്ട് എൻ്റെ വീട് കോട്ടൂരാണ്. ഞാൻ പോവുകയായിരുന്നു. ഉത്തരംകോട് എന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു വണ്ടി ബാക്കിൽ നിന്ന് ഹാണടിച്ചു. സൈഡ് കൊടുത്തപ്പോൾ കയറിയില്ല. രണ്ടാമത് വീണ്ടും ഒരു ഓവർടേക്ക് ചെയ്ത് കയറി ഈ അസഭ്യം പറയുകയും ഗുരുമന്ദിരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ചാടി ഇറങ്ങി അഭ്യാസം പറയുകയും തെറി വിളിക്കുകയും അതിനോടൊപ്പം തന്നെ വണ്ടിയിൽ അടിച്ച് സൗണ്ട് ഉണ്ടാക്കി ഡോറ് തുറന്ന് എന്നെ വലിച്ച് പുറത്തിട്ട് എൻ്റെ നെഞ്ചിലിടിച്ച് അടിവയറ്റി ചവിട്ടി. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ദേഹപത്രം ചെയ്ത് അവർ 3 പേരുണ്ടായിരുന്നു ഒരു സ്കൂട്ടിയിലായിട്ട്. എൻ്റെ ബഹളം കേട്ട് അടുത്തുള്ളവരൊക്കെ ഓടി വന്ന് ആ സമയത്തിന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനകത്തെല്ലാം സംഭവിച്ച് അവർ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. 8:30 രാത്രി. അവർ 3 പേര്. അറിയാം. അതിൽ ഒരു പയ്യൻ മുമ്പ് ഒരു 6-4 മാസം മുമ്പ് ഇതുപോലെ വണ്ടി അവിടെ വെച്ച് ചേർത്ത് വിളിച്ച് സംസാരിച്ച് കുഴപ്പമില്ലാതെ സോറി പറഞ്ഞ് ഞാൻ വിട്ടു. അതെനിക്കറിയില്ല. അല്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല. ആയിരിക്കും, എനിക്ക് അതിനെ കുറിച്ച് മറ്റു ബോധമില്ല. എൻ്റെ അനുഭവത്തിൽ ഇതേ വന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഉടനെ വീട്ടിൽ പോയി എൻ്റെ മോളെയും കൂട്ടി ഞാൻ പെറ്റീഷൻ എഴുതി നേരെ നെയ്യാർ ഡാം സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥത തോന്നി. പെറ്റീഷനും കൊടുത്തിട്ട് നേരെ ആര്യനാട് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റായി. ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ തന്നു. അപ്പോൾ അഡ്മിറ്റിലാണ്. പിടിച്ചു എന്ന് പറയുന്നു. 2 പേര് സ്റ്റേഷനിലുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഇതേ സമയത്ത് എൻ്റെ ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സ്റ്റേഷനിൽ പോയപ്പം എനിക്കറിയില്ലായിരുന്നു. തിരിച്ച് ഹോസ്പിറ്റലിൽ പറഞ്ഞ വഴിക്ക് പൈസ നോക്കിയപ്പോഴാണ് പരാതി ഇല്ലായിരുന്നു. തിരിച്ചിവിടെ വരുമ്പോഴാണ് പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 1,62,000 രൂപയുണ്ട്. 2 ദിവസം കളക്ഷൻ എടുത്തിട്ട് ഇന്ന് ബില്ലടയ്ക്കാനുള്ള പൈസയായിരുന്നു.